കാക്ക ചോറെടുക്കുന്നതിനായി സങ്കല്പിക്കുന്നത് മരുത്തൻ എന്നൊരു രാജാവ്. അദ്ദേഹം ഒരു സത്രം നടത്തുകയുണ്ടായി. അപ്പോൾ സത്രത്തിൽ ദേവന്മാരെ കൊണ്ട് സമ്പുഷ്ടമായിരുന്ന സത്രം. അത് ആ കാലഘട്ടം രാവണൻ്റെ കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇതറിഞ്ഞ രാവണൻ അവിടെ വന്നു. അപ്പോൾ ദേവന്മാർ രാവണനെ കണ്ട് പേടിച്ച് കിടക്കുന്ന കാലമാണ്. ആ സമയത്ത് ഇവിടെ ഇരുന്ന ദേവന്മാരെല്ലാം ഓരോ പക്ഷികളുടെ രൂപം പ്രാപിച്ചു പോയെന്നാണ് പറയുന്നത്, അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ യമൻ സ്വീകരിച്ച രൂപമാണ് കാക്കയുടേത്. അപ്പോൾ അതുകൊണ്ട് ഈ പിണ്ടതർപ്പണമെല്ലാം യമനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് യമൻ ആ കാക്കയ്ക്കൊരിത് കൊടുത്തിരിക്കുന്നു എന്നാണ് പുരാണം പറയുന്നത്. ഈ പിണ്ടതർപ്പണം ചെയ്യുന്ന ആഹാരം കഴിക്കാനുള്ള അവകാശം നിനക്കാണ്. അങ്ങനെയാണ് ആ സങ്കല്പം വന്നത്. ഇപ്പോൾ അതില്ലാത്തവർ പശുവിന് കൊടുക്കാറുണ്ട്, ആറ്റിലൊഴുക്കി വിടാറുണ്ട്. ഒരു കാക്ക വന്ന് എടുത്തില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാക്ക വന്ന് കാക്ക എടുക്കും. നമ്മുടെ കേരളത്തിൽ എവിടെയാണ് കാക്കയില്ലാതെ? എല്ലായിടത്തും ഉണ്ട് കാക്ക. കാക്കയെന്നേ പറഞ്ഞിട്ടുള്ളൂ. ബലിക്കാക്ക എന്ന് വെച്ചാൽ കാട്ടിലെ ജംഗിൾ ക്രോ എന്നാണ് അതിന് പറഞ്ഞത്. കാട്ടിലെ കാക്കയാണ്, മറ്റേ നാട്ടിൽ കാണുന്ന കാക്ക. ബലിക്കാക്ക തന്നെ എടുക്കണമെന്നില്ല, കാക്ക എടുത്താൽ മതി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, ബലിക്കാക്ക തന്നെ വന്ന് എടുക്കണമെന്നില്ല. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോഴി എന്ന് പറഞ്ഞ സാധനം ഇതിൽ തൊടാൻ പാടില്ല. അത് പാടില്ല എന്നാണ് പുരാണം പറയുന്നത്. കോഴി ഇതിനെ തൊടാനോ ഒന്നും പാടില്ല, പ്രത്യേകിച്ച് പറയുന്നില്ല. അതിനിത് സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കോഴി അതിനൊരു ഉദാഹരണമാണ്. കോഴിക്കൊരു ആഹാരം പാറപ്പുറത്തിട്ട് കൊടുത്താലും അത് കിണ്ടിയായി കഴിക്കുകയുള്ളൂ. അതൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പോൾ കുറേ നെല്ല് കൊണ്ട് പാറപ്പുറത്തിട്ട് കൊടുത്താൽ അത് കിണ്ടി കഴിക്കും, അല്ലാതെ കഴിക്കില്ല. അതുകൊണ്ട് അങ്ങനെ കോഴി കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യമേ അതിൻ്റെ അകത്ത് പറയുന്നുള്ളൂ. വേറെ ഏത് ജീവി കഴിക്കുന്നുണ്ടും കുഴപ്പമില്ല. മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ജീവൻ ശരീരത്തിൽ നിന്ന് മാറുന്നു, അതൊരു ജ്ഞാനത്തിൻ്റെ മേഖലയാണ്. എങ്കിലും ദുർമരണങ്ങൾ അനേകം സംഭവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലല്ലേ. ഇഷ്ടംപോലെ ദുർമരണങ്ങൾ, ആക്സിഡൻ്റായിട്ടും തൂങ്ങി മരണം. ഇങ്ങനെയൊക്കെ ആക്സിഡൻ്റായിട്ട് മരിക്കുന്നതിന് നമുക്കൊരു ദുർമരണം എന്ന് പറയണ്ട, നമ്മൾ അറിഞ്ഞുകൊണ്ട് മരിക്കുന്നതിനെ വേണമെങ്കിൽ ദുർമരണം എന്ന് പറയാം. ആക്സിഡൻറ്റ് പെട്ടെന്ന് ഉണ്ടാകുന്ന രീതിയിൽ സംഭവിച്ചു പോകുമെന്ന് പറയാം. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ജീവൻ ജീവിച്ചിരുന്ന നിലവാരം നമുക്കറിയില്ല എന്താണെന്ന്. ആ ജീവൻ്റെ നിലവാരം നമുക്കറിയില്ല. ആ ജീവൻ ഏത് രീതിയിലായിരുന്നു, അതിൻ്റെ മനോനില, അടങ്ങിയ ആളാണോ, ഏത് രീതിയിലെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമ്മൾ എല്ലാവർക്കും പിണ്ടതർപ്പണം ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ, ജീവിച്ചിരിക്കുമ്പോഴേ കഴിവുള്ളവർ, മനമടങ്ങിയവർ. അഗസ്ത്യർ പറയുന്നുണ്ട്, മനമത് സെമ്മയാനാൽ മന്ദിരം ജപിക്ക വേണ്ടായി, മനമത് സെമ്മയാനാ വാസിയെ നിർത്ത വേണ്ടായി, മനമത് സെമ്മയാനാൽ മന്ദിരം സെമ്മയാവൈ, മനമത് സെമ്മയാനാൽ വാസിയും സെമ്മയാവൈ. അതിൻ്റെ അർത്ഥം വെച്ചാൽ മനസ്സടങ്ങുക വെച്ചാൽ മനസ്സ് ശാന്തമായിരിക്കുന്ന ഒരാളിന്, മനസ്സിൻ്റെ വിക്ഷേപ ആവരണത്തിൽ പെടാതെ, അതായത് മനസ്സിൻ്റെ അനാവശ്യ ചിന്തകളൊന്നും വിടാതിരിക്കുന്ന ഒരാളിന് ഇതിൻ്റെ ആവശ്യമില്ല. കാരണം അദ്ദേഹം മനമടങ്ങിയ ആളാണ്. മനസ്സുള്ളവർക്ക്, മനസ്സോടുകൂടി ഇരിക്കുമ്പോൾ മരിക്കുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ശ്രാദ്ധകർമ്മം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് വലിയ യോഗികൾക്കൊന്നും ചെയ്യാത്തത്. സാധാരണക്കാർക്ക് നിർബന്ധമായിട്ട് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മാവ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുള്ള വാഹീക ദേഹം കിട്ടാതെയും സൂക്ഷ്മത്തിൽ നമ്മൾ കൊടുക്കേണ്ട അന്നം കിട്ടാതെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്നാണ് ശാസ്ത്രവും പുരാണവും പറയുന്നത്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്ന് വെച്ചാൽ ബാധാരൂപേണ നമ്മളെ ശല്യപ്പെടുത്താം. ഇപ്പം നമ്മളൊന്നും വേണ്ട, ആധുനിക സയൻസ് എന്ത് പറയുന്നത് നമ്മൾ നോക്കണ്ട. ചില കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചിലയിടത്തു നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വേറെ ആർക്കും കുഴപ്പം കാണില്ല, നമുക്ക് ചിലപ്പം കുഴപ്പം കാണും, വയറ് പെരുക്കും, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് തോന്നും. ചില തുറസായ സ്ഥലങ്ങളിൽ നിന്ന് കഴിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. ഇതൊക്കെ സൂക്ഷ്മത്തിൽ ആത്മാക്കൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആത്മാക്കൾ ഉണ്ട് എന്നുള്ള വാസ്തവമാണ്. ആത്മാവാണ് ശരീരത്തിലിരിക്കുന്നത്. ഈ ആത്മാവ് പുറത്തിറങ്ങി നിന്നാൽ ഇല്ല എന്നങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ അതിന് നമ്മുടേതായ കുലധർമ്മം അനുസരിച്ചും പുത്രൻ്റെയും പുത്രിയുടെയും ധർമ്മം അനുസരിച്ചും പിണ്ടതർപ്പണം ചെയ്യണം. നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുന്ന നമ്മുടെ പൂർവികർ, മാതാവ്, പിതാവ്, നമ്മുടെ മുത്തശ്ശന്മാരാരായാലും സഹോദരങ്ങളാരായാലും, അവർക്ക് വേണ്ടി അവരുടെ മരണശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ശ്രാദ്ധകർമ്മം മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മുടെ മനസ്സമാധാനത്തിനും, രണ്ട് ഇതിൽ കൂടി അവർക്കൊരു ഊർജം നമ്മളറിയാതെ ലഭിക്കുന്നുണ്ടെന്ന് നമ്മുടെ പുരാണങ്ങൾ അടിവരയിട്ട് പറയുന്നത് കൊണ്ടും ഇത് നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യണം. മരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 10 ദിവസം നിങ്ങളുടെ സങ്കല്പം, നിങ്ങൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ചോറോ അരിയെങ്കിലും നനച്ച് വയ്ക്കുകയും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 16 എന്നുള്ള ശുദ്ധവൃത്തി കർമ്മങ്ങൾ എല്ലാം ചെയ്ത് പുല മാറ്റി ക്ഷേത്രപിണ്ഡങ്ങൾ ചെയ്ത് മാസാമാസം തർപ്പണം ചെയ്ത് വാർഷികത്തിന് ആവാഹിച്ച് ഭഗവത് പാദത്തിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ബാധാരൂപേണ നമ്മളെ ഉപദ്രവിക്കും. കാരണം
നമ്മളുമായിട്ട് ആധുനിക ശാസ്ത്രം പറയുന്നത് എത്രയോ ജന്മത്തെ DNA ഘടന ഒരേപോലെ ഇരിക്കുമെന്നാണ് പൊന്നമ്മയുടെ അച്ഛൻ്റെയൊക്കെ. അപ്പോൾ അത് വെച്ച് നമ്മൾ സങ്കല്പിക്കുമ്പോൾ അവർക്ക് അവരെ സ്വാധീനിക്കാൻ കഴിയുന്നത് പോലെ അവർക്കും നമ്മളെ സ്വാധീനിക്കാൻ കഴിയും. അപ്പോൾ അത് ബാധാരൂപേണ നമുക്ക് പല പല അസുഖങ്ങളായിട്ടും പല പല മാരണങ്ങളായിട്ടും കുടുംബത്തിലെ കുഞ്ഞു കുട്ടികളുടെ വിഷയങ്ങളായിട്ടും പല രീതിയിൽ നമുക്ക് ഉപദ്രവമായിട്ട് വരും. അകാരണമായിട്ടുള്ള പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാകുന്നുണ്ടെങ്കിൽ വിചാരിച്ചു കൊള്ളുക, അവിടെ ബാധാസാന്നിധ്യം ഉണ്ട്. ബാധാസാന്നിധ്യം ഇല്ലാതെ ഒരു പ്രശ്നമില്ലാത്ത കുടുംബങ്ങൾ എന്തുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നു? ഇതാണ് കാരണം. ബാധാസാന്നിധ്യങ്ങൾ അറിയുന്നത് വേറെയും പല രീതിയിലുണ്ട്. ഒന്ന് വന്നിട്ട് നമ്മൾ പൊതുവിൽ നമ്മുടെ ശാസ്ത്രം തന്നെ പറയാറുണ്ട്, നമുക്ക് പരിചയമില്ലാത്ത വനങ്ങൾ, പരിചയമില്ലാത്ത ജലാശയം, പരിചയമില്ലാത്ത വ്യക്തികൾ, പരിചയമില്ലാത്ത ഒരിടം നമ്മൾ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കരുത്. നമ്മൾ അറിഞ്ഞൂടാത്തൊരു ജലാശയത്തിൽ പെട്ടെന്ന് ചാടി അതിനുള്ളിൽ എന്ത് കിടക്കണമെന്ന് നമുക്ക് അറിയില്ല. അപ്പം നമുക്ക് എന്ത് അപകടം വേണോ സംഭവിക്കാം. അതുപോലെ പാഴടഞ്ഞ് കിടക്കുന്ന വീടുകളിൽ ഈ ബാധാസാന്നിധ്യങ്ങൾ ഉണ്ട്. അത് നിങ്ങൾ നെഗറ്റീവ് എനർജി എന്നും പോസിറ്റീവ് എനർജി എന്നും പറയും പോലെ എനർജിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. കാര്യം ഇത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അനേകം ദുരാത്മാക്കളുണ്ട് ഈ ഭൂമിയിൽ. ഒന്ന്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദീജലങ്ങളുടെ തീരത്തൊന്നും സന്ധ്യാനേരത്ത് പോകാൻ പാടില്ല എന്നുള്ളത് വാസ്തവമാണ്. അവിടെ ഇതിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പം നമ്മൾ ചോദിക്കും, എത്ര ആൾക്കാർ കുളിക്കുന്നു, ഇംഗ്ലീഷുകാരെല്ലാം അവിടെ ചാടിയല്ലേ കുളിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കും. അയാളുടെ മനോബലം ആയിരിക്കില്ല നമുക്ക്. നമ്മൾ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ പെട്ടെന്ന് പേടിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ വേണുചേട്ടനൊരു വീഡിയോ എനിക്ക് കാണിച്ചു തന്ന്, ഒരു മെഡിസിന് പഠിക്കുന്നൊരു കുട്ടി വളരെ രോഗാതുരതയായിട്ട്, അദ്ദേഹം തന്നെയാണ് അതിന് ഇത് പരിഹാരങ്ങളെല്ലാം പറഞ്ഞത് ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണു മുന്നിൽ അനേകം കാര്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് പറയുന്നത്. അപ്പോൾ കാണാത്ത ആളിന് വേണമെങ്കിൽ തർക്കിക്കാം. ഇവിടെ തർക്കിക്കേണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് തർക്കിക്കണം. ഇത് ഉണ്ടോ, ഇത് ഉണ്ടെങ്കിൽ എങ്ങനെയാണ്. നിങ്ങൾ വേറൊരാളിനെ പറഞ്ഞ് ഇത് ഇല്ലയെന്ന് പറഞ്ഞ് ഇതാക്കുമ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് പോയി നോക്കണം. ആർക്ക് വേണോ പോയി, ഇത് നിരീശ്വരവാദികൾ ആർക്ക് വേണോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോയി നോക്കൂ. നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ മനസ്സ് അപ്പോഴും തന്നെ നിങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആ മനസ്സിൻ്റെ പിടുത്തത്തിൽ വീണ് മാനസിക നില തെറ്റായിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. നദീതീരങ്ങൾ, പാഴടഞ്ഞ കെട്ടിടങ്ങൾ, ആക്സിഡൻറ്റ് സ്ഥിരമായിട്ട് നടക്കുന്ന റോഡ് വീതികൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും മാക്സിമം അനാവശ്യ സമയങ്ങളിൽ പോകാതിരിക്കുന്നതാണ് ഉത്തമം. പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര കപ്പാസിറ്റി ഉണ്ട്, അതിനെ നേരിടാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം, അല്ലെങ്കിൽ പോകരുത്. സ്ത്രീകൾ അതുപോലെ തന്നെ സന്ധ്യാനേരത്ത് നദീതീരത്തിൽ പോയി കുളിക്കുന്നവരാണെങ്കിൽ ഒഴിവാക്കണം സന്ധ്യാസമയങ്ങളിൽ. 2, സ്ത്രീകൾ കുളിച്ചുകൊണ്ട് മുടിയും പിന്നി സന്ധ്യാനേരങ്ങളിൽ വീട്ടിൻ്റെ വെളിയിൽ പോലും ഇറങ്ങി നിൽക്കാൻ പാടില്ല. മുടി തുമ്പ് കെട്ടിയിട്ടിട്ടേ ക്ഷേത്രത്തിൽ പോകാവൂ, മുടി തുമ്പ് കെട്ടിയിട്ടേ രാത്രി പുറത്തിറങ്ങാവൂ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോഴാണ് അകാരണമായി ഉണ്ടാകുന്ന വിഷയങ്ങളാണ് നമ്മളെ പിന്നെ ചിന്തിപ്പിക്കുന്നത്, എന്തുകൊണ്ടിത് വന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ജോത്സ്യൻ്റെ അടുത്ത് പോവുകയും, ചിലർ പറ്റിക്കുന്നവരുണ്ട്, രക്ഷപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. രണ്ടും 2 രീതിയിലാണ്. എങ്കിലും നമ്മൾ വെറുതെ ഒരു വിനെ വിളിച്ച് വരുത്തി വയ്ക്കേണ്ട കാര്യമില്ല. ബാധാ സാന്നിധ്യമുള്ള അനേക സ്ഥലങ്ങളിൽ ചിലത് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കിയിരുന്ന അവരവർക്കുള്ള പൂർവികർ പറഞ്ഞിരിക്കുന്നതാണ് ഇതെല്ലാം ഉണ്ടെന്ന്. അതിനെ നമ്മൾ അപ്പാടെ ഉപേക്ഷിക്കണതിന് അതിനെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കുക, പഠിക്കുക, അതിനെ അനുഭവിക്കാൻ ശ്രമിക്കുക, എന്നിട്ട് അതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക. ഭഗവാനെ പറയുന്നുണ്ട്, ഏത് വേണോ നിങ്ങൾക്ക് വിമർശിക്കാം, ഏതിനെ വേണോ അംഗീകരിക്കാം. സനാതന ധർമ്മമേ അത് തന്നെയാണ്. സനാതന ധർമ്മത്തിൽ ഒന്നിനെ അംഗീകരിക്കണമെന്നും പറയുന്നില്ല, ഒന്നിനെ വിമർശിക്കണമെന്നും പറയുന്നില്ല. ഏതിനെ നിങ്ങൾക്ക് വിമർശിക്കണമെന്നൊന്നും വിമർശിക്കുക, അംഗീകരിക്കണമെന്നൊന്നും അംഗീകരിക്കുക. അതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. പക്ഷെ നമ്മൾ സ്വയം നമ്മുടെ മനസ്സിൻ്റെ കപ്പാസിറ്റിയെ മനസ്സിലാക്കിയായിരിക്കണം ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് എനിക്ക് ബാധാകാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്.